ആരുമില്ലേ ആന്റി? ആരുമില്ലേ ആന്റി? ഒരു അപേക്ഷയാണ്. എനിക്കൊരു 10,000 രൂപ കടം തരൂ. എൻ്റെ മോളെ കൊണ്ട് എനിക്ക് ആശുപത്രി പോകണമായിരുന്നു. പലരോടും ചോദിച്ചായിരുന്നു, ആരെങ്കിലും പൈസ ഇല്ലെന്ന് പറഞ്ഞു. ആരും തരുന്നില്ല. ഒരു 10,000 രൂപ എവിടെ ഒപ്പിച്ചേർന്നേ ആന്റി? മക്കളെ എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല മക്കളെ, ഒരു പൈസയും ഇല്ല എൻ്റെ കയ്യിൽ. ആരുടെയെങ്കിലും മക്കളെ ചോദിച്ചു ആന്റി? വേറൊരു വഴിയില്ല. ഞാൻ പലരോടും ചോദിച്ചായിരുന്നു, ആരെങ്കിലും ഇല്ലെന്നാണ് പറയുന്നത്. എവിടുന്നെങ്കിലും കുറച്ച് പൈസ ഒപ്പിച്ച ആന്റി, പ്ലീസ് ആന്റി. ഒരു വഴിയില്ല ആന്റി. എൻ്റെ കയ്യിൽ ഒരു വഴിയില്ല മക്കളെ. അങ്ങനെ ഞാൻ കമ്മലൂരി തരാം. കൊച്ചിൻ്റെ ആവശ്യത്തിനല്ലേ കമ്മലൂരി തരാം. ഒരു കാര്യം ചെയ്യും, അടുത്ത മാസം എനിക്ക് എടുത്ത് തന്നാൽ മതി. കമ്മൽ വാങ്ങിച്ചോണ്ട് പോയിട്ട് 1 മാസം കഴിഞ്ഞല്ല. ഇത്രയും ദിവസമായിട്ട് അവനെ കുറച്ച് ഒരു അറിവുമില്ല. ഞാൻ ഒന്ന് വിളിച്ചു നോക്കാം. നീ ആ കിളവി വിളിക്കുന്നു, ഫോൺ എടുക്കണ്ട, അകണ്ട വിളിക്കട്ടെ. പിന്നെ ഇവൻ ഫോൺ എടുക്കില്ലല്ലോ. ഒന്നങ്ങോട്ട് പോയി നോക്കാം. ആര് വന്നിരിക്കുന്നത്? കിളവി എടി, മറ്റേ ഒരു കിളവി വന്നിട്ട് മറ്റേ പൈസ കിളവില്ലേ ചോദിച്ചാൽ ഞാൻ അവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ മതി. ഞാൻ അങ്ങോട്ടേക്ക് പോയി എന്തെങ്കിലും പറഞ്ഞു കേട്ടോ. പോറ്റു എന്താ എൻ്റെ ഒന്ന് നിന്റെ ഭർത്താവ് ഇവിടെ അല്ലേ മക്കളെ? ഇല്ല, എനിക്ക് ചേട്ടൻ തോന്നി ജോലിക്ക് വരണം. വരും പറഞ്ഞേ. ഞാൻ അന്വേഷിച്ചെന്ന് പറയാം. ഓ പറയാം ആൻറ്റി, പറയാം. അവർ പോയാ നോക്കട്ടെ. മക്കളെ നീ ഇവിടെ ഉണ്ടായിരുന്നു മക്കളെ? 1 മാസം കഴിഞ്ഞു മക്കളെ. കമ്മൽ പണയം വെച്ചിട്ട് എൻ്റെ മക്കൾ അറിഞ്ഞാൽ കൊല്ലു തന്നെ. എൻ്റെ പൊന്നാൻറ്റി, എൻ്റെ തരാൻ പൈസ ഇല്ല. നിങ്ങൾക്ക് ഇനി അത് വാങ്ങാൻ പറ്റുള്ളൂന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിച്ചു വാങ്ങിച്ചോളി കേട്ടാ. പോയി നിങ്ങൾ